ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ വീണ്ടും ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടാണ്. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാറില്ല, ഡെയിലി വ്ളോഗ്സ് ഒന്നും ഇടാറില്ല. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ യൂട്യൂബ് നിർത്തി പോയിന്ന്. ഇല്ല, ഞാൻ പോവില്ല, ഞാൻ ഇനിയും തിരിച്ചു വരും. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ദുരന്ത വാർത്തകളും അതും ഇതുമൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ഡിലേ ആയി വീഡിയോ. എന്നാലും ഇപ്പം എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറിയൊരു പെയിന് പോലെ. അപ്പം അത് ഞാനിവിടെ കഴിക്കുകയായിരുന്നു പെയിൻ. അപ്പോൾ അത് ഇവിടെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ 2 തവണ കാണിച്ചു. പിന്നെ ഓക്കെ ആവുന്നില്ല. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചതാണ് രാവിലെ തന്നെ. അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ മക്കളെയൊക്കെ കുളിപ്പിച്ച് മാറ്റിച്ച് മോളെ വീട്ടിലാക്കി. മോനെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. രണ്ടുപേരെയും കൊണ്ടുപോയാൽ നടക്കില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെ ഇതാ മോൻ കരയുന്നതുകൊണ്ട് അവനെയും കൊണ്ടുപോയി. മോൾക്ക് ഉറക്കമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളെ ഉറക്കി വേഗം. അങ്ങനെ ഉറക്കി ഉമ്മൻ്റെ അടുത്താക്കി ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ അതിനുള്ള കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇനി എന്താ ഇങ്ങനെയൊന്നും അറിയില്ല. എന്നാലും ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ രാവിലെ. ഡോക്ടർ ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ പുറത്ത് കാണിക്കുക അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇത് മാറാത്തതുകൊണ്ട് ഞാൻ പിന്നെ നമുക്കൊന്ന് വേറെ പുറത്തൊന്ന് കാണിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഹോസ്പിറ്റൽ കേസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നൊക്കെ. ജസ്റ്റ് അവിടെ ഒരു ഒഴിവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. മോനെയും കൊണ്ടുപോയതുകൊണ്ട് മോൻ അടങ്ങിയിരിക്കുകയൊക്കെ ചെയ്തിരിക്കണേ. അതായത് മോന് മോളില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു ഉഷാറ് കുറവൊക്കെ ഉണ്ട്. എന്നാലും ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനങ്ങനെ ഓരോന്ന് കളിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനിങ്ങനെ അടുത്തടുത്ത് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൊട്ടിത്തെറിഞ്ഞ് കളിക്കും. എന്താ ഉറക്കമുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇരിക്കുക. അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞു. എക്സ്റേ ഒക്കെ എടുത്ത് കഴിഞ്ഞ് അത് കാണിച്ചു. അതിലൊക്കെ ഒന്നും കുഴപ്പമില്ല, നോർമലാണ്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ 2 ഗുളികയൊക്കെ എഴുതി തന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുക. ഈ ഹോസ്പിറ്റൽ കാണാൻ പ്രത്യേക ഭംഗിയാണ്. നല്ലൊരു എന്തോ ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ ഉള്ളൊരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയാണ്. ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നോക്കിന്ന് അതൊക്കെ കണ്ട് നിന്നാട്ടോ പോകുന്നത്. എന്തോ ഒരു ഭംഗിയുള്ളൊരു ഹോസ്പിറ്റലാണ് കാണാൻ. മനസ്സിനൊക്കെ എന്തൊക്കെ ഒരു ഫീലാണ് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചായ എങ്ങനെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല ടൈം വൈകിയിട്ടുണ്ട്. അങ്ങനെ മോനെയായിട്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെതാ ഞങ്ങളിതാ വണ്ടി കയറി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനിതാ ഇവിടെ ബാക്കിലിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവന് ബാക്കിലിട്ട് പോയിട്ടുണ്ട്. മുന്നിലിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഫ്രണ്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ അവൻ പിന്നെയും ബാക്കോട്ട് തന്നെ പോയി. അങ്ങനെതാ ഇവിടെതാ വെള്ളിമാട് കുന്നിലേക്ക് പോകുന്ന റോഡാട്ടത്. അവിടെ കുറേ ഫുഡ് സ്പോട്ട് വരുന്നുണ്ട്. ഭയങ്കര അടുത്തടുത്തുള്ള ഫുഡ് സ്പോട്ടാണ്. ഇത് സ്ട്രീറ്റ് ഫുഡൊക്കെ പോലെ കുറേ തുടങ്ങിയിട്ടുണ്ട്, കുറേ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈവനിങ് ആണ് മെയിനായിട്ട് ഒന്നായിട്ട് ഓപ്പൺ ചെയ്യുക. ഈവനിങ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടു. എന്നാലും ഒരുപാട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വർക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള നല്ലൊരു സംഭവങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ അത് ഈവനിങ് ആണ് ഓപ്പൺ ചെയ്യുക. ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിയാവാൻ മതിയാവും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നിന്ന് പോകുന്നു. അല്ലാതെ അപ്പം അത് തുറക്കുന്നവരെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് കയറാം. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വീട്ടിലൊക്കെ എത്താനായി. അപ്പം കാണിച്ചിട്ട് ഒരു പ്രോബ്ലം ഒന്നുമില്ല, ഒക്കെ ഓക്കെയാണ്.
അങ്ങനെ ഞങ്ങളിതാ പുറത്തുനിന്ന് ഒരു ഇളനീർ ഷേക്ക് വാങ്ങിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനെന്ന്. അപ്പോൾ അവിടുന്ന് ഒരു സാൻഡ്വിച്ചും വാങ്ങി, മോനും കൊടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചതാ. അവിടെ ഫുഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളിപറമ്പുള്ള ഒരു ജ്യൂസിൻ്റെ കടയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. സംഭവം അടിപൊളിയായിരുന്നു. വരുന്നവരൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്താനായി. മോളെ എണീറ്റിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ. അങ്ങനെ ഞാനതാ മോൾക്ക് ജ്യൂസൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ മോൾക്ക് ജ്യൂസൊക്കെ കൊടുത്ത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ വീഡിയോ ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.